മഹാഭാരതത്തിന്റെ അവസാനത്തിൽ തന്റെ പുത്രന്മാരുടെ മരണം മൂലം ഗാന്ധാരിക്ക് വലിയ നഷ്ടവും വേദനയും അനുഭവപ്പെട്ടു. ഭഗവാൻ കൃഷ്ണന് തന്റെ ദിവ്യശക്തി ഉപയോഗിച്ചിരുന്നെങ്കിൽ യുദ്ധം തടയാൻ കഴിയുമായിരുന്നുവെന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ കൃഷ്ണൻ അങ്ങനെ ചെയ്തില്ല. പുത്രന്മാരുടെ വിയോഗ ദുഃഖത്താൽ കോപം കൊണ്ട് ഗാന്ധാരി കൃഷ്ണനെ ശപിച്ചു. അടുത്ത 36 വർഷത്തിനുള്ളിൽ കൃഷ്ണനും യാദവ വംശവും പരസ്പരം നശിപ്പിക്കുമെന്നും ദ്വാരക കടലിൽ മുങ്ങിപ്പോകുമെന്നും അവർ ശപിച്ചു. കാലം കടന്നുപോയി. 36 വർഷങ്ങൾക്ക് ശേഷം ഗാന്ധാരിയുടെ ശാപം ഫലിച്ചു. യാദവ വംശത്തിനിടയിൽ ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. അവർ പരസ്പരം കൊല്ലാൻ തുടങ്ങി. അതിന്റെ ഫലമായി ദ്വാരക നശിപ്പിക്കപ്പെടുകയും കടലിൽ മുങ്ങുകയും ചെയ്തു. ഒരു ദിവസം ഭഗവാൻ കൃഷ്ണൻ മരത്തിനടിയിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ജാരൻ എന്ന വേട്ടക്കാരൻ കാട്ടിലേക്ക് വന്നത്. കൃഷ്ണന്റെ കടും ചുവപ്പ് നിറമുള്ള പാദങ്ങൾ ഒരു മാനാണെന്ന് തെറ്റിദ്ധരിച്ച് കൃഷ്ണന് നേരെ ഒരു അമ്പ് എയ്തു. തന്റെ അമ്പ് യഥാർത്ഥത്തിൽ ഭഗവാൻ കൃഷ്ണനിൽ കൊണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ജാരന് അഗാധമായ ദുഃഖവും ഖേദവും തോന്നി. തന്റെ തെറ്റ് മനസ്സിലാക്കിയ അദ്ദേഹം പറഞ്ഞു, "അയ്യോ ഭഗവാൻ, ദയവായി എന്നോട് ക്ഷമിക്കൂ. ഞാൻ അറിയാതെ ഒരു ഗുരുതരമായ പാപം ചെയ്തു. മരണം പോലും ഈ പാപത്തിനുള്ള ശിക്ഷ വളരെ ചെറുതായിരിക്കും. ജാര, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ത്രേതായുഗത്തിൽ നീ രാജാവായ ബാലിയായിരുന്നു. ഒരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചിരുന്ന് ഞാൻ നിന്നെ രഹസ്യമായി കൊന്നു. അത് യുദ്ധനിയമങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. അതിനാൽ എന്റെ മരണം ഇതിനകം നിന്റെ കൈകൾ കൊണ്ടാണെന്ന് എഴുതപ്പെട്ടിരുന്നു. ഈ കുറ്റബോധത്തിൽ നിന്ന് സ്വയം മോചിപ്പിക്കുക." ഇത് പറഞ്ഞതിനു ശേഷം ഭഗവാൻ കൃഷ്ണൻ ലോകത്തോട് വിട പറഞ്ഞു. ദുഃഖിതനായി ജാരൻ അർജുനന്റെ അടുത്തേക്ക് പോയി ഭഗവാൻ കൃഷ്ണന്റെ വിയോഗ വാർത്ത അറിയിച്ചു. ഇത് കേട്ട് അഗാധമായി ദുഃഖിതനായ അർജുനൻ കൃഷ്ണന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തി. എന്നാൽ ഭഗവാന്റെ ജീവനുള്ളതും ദിവ്യവുമായ ഹൃദയമൊഴികെ ഭൗതിക ശരീരം മുഴുവൻ ചാരമായി. അർജുനൻ നദിയിൽ പൊങ്ങിക്കിടക്കുകയായിരുന്ന ഒരു മരത്തടിയിൽ ഹൃദയം സ്ഥാപിച്ച നദിയിലേക്ക് ഒഴുക്കിവിട്ടു. വർഷങ്ങൾക്ക് ശേഷം ഭഗവാന്റെ ഹൃദയം ഒഡീഷയിലെ മഹാനദിയുടെ തീരത്തെത്തി. അവിടെ സബ്ര എന്നൊരു ഗോത്ര സമൂഹം താമസിച്ചിരുന്നു. ഈ ഗോത്രവിഭാഗത്തിന്റെ തലവനായിരുന്നു ബിശ്വോബസു. അദ്ദേഹം ഭഗവാൻ കൃഷ്ണന്റെ ഹൃദയം കണ്ടെത്തി. അതിൽ നിന്ന് വന്ന പ്രകാശത്തിൽ നിന്നും അതിന്റെ ദിവ്യത്വം മനസ്സിലാക്കിയ ബിശ്വോബസു അതിനെ ഒരു രഹസ്യ ഗുഹയിൽ സൂക്ഷിച്ച് നീൽമാധവന്റെ വിഗ്രഹമായി ആരാധിച്ചു. ഗോത്ര സമൂഹമൊഴികെ മറ്റാർക്കും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അക്കാലത്ത് അവന്തിപുരയിൽ ഇന്ദ്രദ്യുമ്നൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം മഹാവിഷ്ണുവിന്റെ വലിയ ഭക്തനായിരുന്നു. ഭഗവാനെ നേരിൽ ദർശിക്കാൻ അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഒരു ദിവസം അലഞ്ഞുതിരിഞ്ഞ ഒരു ഋഷി രാജാവിന്റെ കൊട്ടാരത്തിൽ വന്നു പറഞ്ഞു, "മഹാരാജാവേ, ഭഗവാൻ വിഷ്ണു ഒഡീഷയിൽ നീലമാധവിന്റെ മഹത്വമുള്ള രൂപത്തിൽ ആരാധിക്കപ്പെടുന്നു. ഒഡീഷയിലെ ഈ പുണ്യസ്ഥലത്തിന്റെ കൃത്യമായ സ്ഥാനം അങ്ങ് കണ്ടെത്തണം." ഇന്ദ്രദ്യുമ്നൻ രാജാവ് അതിയായി സന്തോഷിച്ചു. ഉടൻ തന്നെ തന്റെ ബ്രാഹ്മണ പുരോഹിതനായ വിദ്യാപതിയോട് നീലമാധവനെ അന്വേഷിക്കാൻ ഒഡീഷയിലേക്ക് പോകാൻ ഉത്തരവിട്ടു. രാജാവിന്റെ കൽപ്പനകൾ പാലിച്ച് വിദ്യാപതി ഒഡീഷയിലേക്ക് പുറപ്പെട്ടു. ദീർഘവും ദുഷ്കരവുമായ യാത്രയ്ക്ക് ശേഷം രഹസ്യ സ്രോതസ്സുകളിൽ നിന്ന് സബരഗോത്രത്തിന്റെ നേതാവ് ഒരു ഗുഹയ്ക്കുള്ളിൽ നീലമാധവനെ ആരാധിക്കുന്നുണ്ടെന്ന് വിദ്യാപതി മനസ്സിലാക്കി. അങ്ങനെ വിദ്യാപതി മഹാനദി തീരത്തുള്ള കാട്ടിലെത്തി. സബ്രഗോത്രത്തിലെ രാജാവായ ബിശ്വോബസു അദ്ദേഹത്തെ സ്വീകരിച്ചു. വിദ്യാപതി അദ്ദേഹത്തോട് ചോദിച്ചു, "ദയവായി എനിക്ക് ദിവ്യമായ നീലമാധവനെ ആരാധിക്കുന്ന ഇടം കാണിച്ചു തരൂ. ഞാനിവിടെ വളരെ വിശ്വാസത്തോടെയാണ് വന്നത്." ബിശ്വോബസു മറുപടി പറഞ്ഞു, "ക്ഷമിക്കണം, എനിക്ക് നിങ്ങളെ അവിടെ കൊണ്ടുപോകാൻ കഴിയില്ല. ഇനി ഞാൻ എന്തു ചെയ്യും? എനിക്ക് മറ്റൊരു വഴി കണ്ടെത്തണം" എന്ന് വിദ്യാപതി ചിന്തിച്ചു. അങ്ങനെ വിദ്യാപതി അതേ ഗ്രാമത്തിൽ തന്നെ സ്ഥിരതാമസമാക്കി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം ബിശ്വോബസുവിന്റെ മകൾ ലളിതയുമായി പ്രണയത്തിലായി. അവർ വിവാഹിതരായി. വിവാഹം കഴിഞ്ഞ് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വിദ്യാപതി ഭാര്യയോട് പറഞ്ഞു, "ലളിത, നിന്റെ അച്ഛനോട് നീലമാധവിനെ കാണിച്ചു തരാൻ പറയാമോ? നിന്റെ അച്ഛൻ നിന്റെ അപേക്ഷ നിരസിക്കില്ല." അങ്ങനെ ലളിത തന്റെ അച്ഛനോട് ഇക്കാര്യം പറഞ്ഞു. ബിശ്വോബസു അതിന് സമ്മതിച്ചു. പക്ഷേ ഒരു വ്യവസ്ഥയിൽ. ഗുഹയിലെത്തുന്നവരെ വിദ്യാപതിയുടെ കണ്ണുകൾ മൂടിക്കെട്ടണം. വിദ്യാപതി ആ നിബന്ധനയ്ക്ക് സമ്മതിച്ചു. പക്ഷേ രഹസ്യമായി കുറച്ചു കടുക് കൂടെ കൊണ്ടുപോയി. അങ്ങനെ അവർ രണ്ടുപേരും നീലമാധവന്റെ അരികിലേക്ക് പോയി.
പോകുന്ന വഴി ഓർമ്മിക്കാൻ വേണ്ടി വിദ്യാപതി വഴിയിൽ കടുക് വിതറി. ഗുഹയിലെത്തിയപ്പോൾ വിദ്യാപതി നീലമാധവന്റെ ദിവ്യവിഗ്രഹം കണ്ട് അത്ഭുതപ്പെട്ടു. ഒഡീഷയിൽ നിന്നും മടങ്ങിയെത്തിയ വിദ്യാപതി രാജാവായ ഇന്ദ്രദ്യുമ്നനോട് എല്ലാം പറഞ്ഞു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം വഴിയിൽ ചിതറിക്കിടക്കുന്ന കടുക് വിത്തുകൾ മുളച്ച് സസ്യങ്ങളായി മാറി. രാജാവും വിദ്യാപതിയും കടുക് ചെടികൾ പിന്തുടർന്ന് നീലമാധവന്റെ രഹസ്യ ഗുഹയിലെത്തി. എന്നാൽ അവർ ഗുഹയിലെത്തിയപ്പോൾ നീലമാധവന്റെ വിഗ്രഹം ആ ഗുഹയിൽ നിന്ന് അപ്രത്യക്ഷമായി. നിരാശനായി രാജാവ് ഇന്ദ്രദ്യുമ്നൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി. അന്നു രാത്രി ഭഗവാൻ വിഷ്ണു ഇന്ദ്രദ്യുമ്നന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ പറഞ്ഞു, എനിക്ക് ഈ ഭൂമിയിൽ നീൽമാധവനായി നിനക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയില്ല. നീ പൂരി കടൽ തീരത്തേക്ക് പോകൂ. ഞാൻ നിന്റെ മുന്നിൽ സുഗന്ധമുള്ള ഒരു വലിയ ചുവന്ന ചന്ദനത്തടിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. ആ മരത്തടിയിൽ ശംഖ, ചക്രം, ഗദ, താമര എന്നിവയുടെ ചിഹ്നങ്ങളുണ്ടാകും. ആ മരത്തടി പുറത്തെടുത്ത് അതിൽ നിന്ന് 3 വിഗ്രഹങ്ങൾ കൊത്തിയെടുക്കുക. അപ്പോൾ നിനക്കെന്നെ ആരാധിക്കാം. ഈ സന്ദേശത്തെ തുടർന്ന് രാജാവ് ഇന്ദ്രദ്യുമ്നൻ പുരി തീരത്തെത്തി. അവിടെ പൊങ്ങിക്കിടക്കുന്ന ഒരു മരത്തടി കണ്ടു. എന്നാൽ രാജാവിന്റെ സേവകർ എണ്ണമറ്റ പരിശ്രമം നടത്തിയിട്ടും ആർക്കും മരമുയർത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ ബിസ്വോബസുവിന്റെ സഹായത്തോടെ മരം കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ഒരു വിദഗ്ധനായ ശില്പിക്കും അതിൽ നിന്ന് നീലമാധവന്റെ പ്രതിമ കുത്തിയെടുക്കാൻ കഴിഞ്ഞില്ല. അവർ പറഞ്ഞു, അല്ലയോ രാജാവേ, ഈ മരം വളരെ ശക്തമാണ്. നമ്മുടെ ചുറ്റികകളോ ഉളികളോ അതിൽ ഒരു സ്വാധീനവും ചെലുത്തുന്നില്ല. ദയവായി ഞങ്ങളോട് ക്ഷമിക്കൂ. ഞങ്ങൾക്ക് ഈ ജോലി ചെയ്യാൻ കഴിയില്ല. അന്ന് രാത്രി ഭഗവാൻ വിഷ്ണു വീണ്ടും ഇന്ദ്രദ്യുമ്നന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, നീ ദിവ്യശില്പിയായ വിശ്വകർമ്മനെ ആരാധിക്കുക. അവൻ തീർച്ചയായും ഈ ജോലി പൂർത്തിയാക്കും. ഭഗവാൻ വിഷ്ണുവിന്റെ ഉപദേശം പാലിച്ച് രാജാവ് ഇന്ദ്രദ്യുമ്നൻ ദിവ്യശില്പിയായ വിശ്വകർമ്മനെ പ്രാർത്ഥിച്ചു. അപ്പോൾ വിശ്വകർമ്മൻ ഒരു വൃദ്ധന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് രാജാവിനോട് പറഞ്ഞു, ഹേ രാജാവേ, അങ്ങൊരു പ്രതിമ കുത്തിയെടുക്കാൻ ശ്രമിക്കുന്നതായി ഞാൻ കേട്ടു. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ് ശില്പി. താങ്കൾക്കത് ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും ഞാൻ ആ മരത്തിൽ നിന്ന് പ്രതിമ ഉണ്ടാക്കും. പക്ഷേ എനിക്ക് ചില നിബന്ധനകളുണ്ട്. രാജാവ് ചോദിച്ചു, എന്തൊക്കെയാണ് നിങ്ങളുടെ നിബന്ധനകൾ? ഞാൻ 21 ദിവസം തുടർച്ചയായി അടച്ചിട്ട മുറിയിൽ പ്രതിമ കൊത്തിയെടുക്കും. ഈ സമയത്ത് ഞാൻ പൂർണ്ണമായും ഒറ്റയ്ക്കായിരിക്കണം. 21 ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ വിഗ്രഹങ്ങൾ പൂർണ്ണമാക്കാതെ അതേ അവസ്ഥയിൽ തന്നെ ഉപേക്ഷിച്ചു പോകും. ഈ നിബന്ധനകൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ശരി, നിങ്ങളുടെ എല്ലാ നിബന്ധനകളും ഞാൻ അംഗീകരിക്കുന്നു. ദയവായി ജോലി ആരംഭിക്കുക. വിശ്വകർമ്മ വാതിലടച്ച് തന്റെ ജോലി ആരംഭിച്ചു. മുറിയിൽ നിന്ന് വാൾ, ഉളി, ചുറ്റിക തുടങ്ങിയ ഉപകരണങ്ങളുടെ ശബ്ദം മാത്രമേ ആളുകൾക്ക് കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. 15 ദിവസത്തിനു ശേഷം ഒരു ശബ്ദവും കേൾക്കാതായപ്പോൾ രാജ്ഞി വിഷമിച്ച് രാജാവായ ഇന്ദ്രദ്യുമ്നനോട് പറഞ്ഞു, മഹാരാജ, ഇന്ന് ഞാൻ ആ മുറിയിൽ നിന്ന് ഒരു ശബ്ദവും കേട്ടിട്ടില്ല. നമ്മൾ വാതിൽ തുറക്കണം. പക്ഷെ മഹാറാണി, 21 ദിവസത്തേക്ക് വാതിൽ തുറക്കരുതെന്ന് ശില്പി ഒരു നിബന്ധന വെച്ചിരുന്നു. പക്ഷേ വിശപ്പും ദാഹവും കാരണം വൃദ്ധനായ മരപ്പണിക്കാരന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മൾ ചെയ്യുന്ന വലിയൊരു പാപമാണ്. രാജ്ഞി വാതിൽ തുറക്കാൻ നിർബന്ധിച്ചു. ഒടുവിൽ വാതിൽ തുറന്നു. ഒരു വൃദ്ധനായ ആശാരിയുടെ രൂപത്തിൽ വന്ന വിശ്വകർമാവ് 3 അപൂർണമായ പ്രതിമകൾ അവശേഷിപ്പിച്ച് അപ്രത്യക്ഷനായി. വിശ്വകർമാവിന്റെ വാക്കുകൾ അനുസരിക്കാത്തതും തന്റെ നിബന്ധനകൾ ലംഘിച്ചതും രാജാവ് ഇന്ദ്രദ്യുമ്നനെ വളരെയധികം ദുഃഖിതനാക്കി. അതിനാൽ ഭഗവാൻ ജഗന്നാഥന്റെ കൈകളും കാലുകളും അപൂർണമായിരുന്നു. പകുതി പണിത ആ വിഗ്രഹത്തിനടുത്തേക്ക് രാജാവ് ഇന്ദ്രദ്യുമ്നൻ ചെന്നപ്പോൾ വിഗ്രഹത്തിനുള്ളിൽ ഹൃദയമിടിക്കുന്ന ശബ്ദം കേട്ടു. ഭഗവാൻ കൃഷ്ണന്റെ ഹൃദയം ആ വിഗ്രഹത്തിനുള്ളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് രാജാവിന് മനസ്സിലായി. ഒഡീഷയിലെ ജഗന്നാഥ ധാംപുരിയിൽ ജഗന്നാഥൻ, ബലരാമൻ, സുഭദ്രാദേവി എന്നീ പേരുകളിൽ രാജാവ് പൂർത്തിയാകാത്ത ഈ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചു. ബലരാമനെയും സുഭദ്രദേവിയെയും ജഗന്നാഥനെയും ജഗന്നാഥന്റെ നാമത്തിൽ ഇവിടെ ആരാധിക്കുന്നു. ഭഗവാൻ ജഗന്നാഥനെ കൃഷ്ണന്റെ ദിവ്യഹൃദയം വസിക്കുന്ന ജീവനുള്ള ദൈവമായി കണക്കാക്കപ്പെടുന്നു.